നിസ്കരിക്കാനെന്ന വ്യാജേന ബംഗ്ലാദേശികൾ കയറിയിറങ്ങുന്ന ഒരു മസ്ജിദ് അത് വിമാനത്താവളത്തിലാണെങ്കിൽ പോലും വയ്ക്കാൻ പാടുണ്ടോ? ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. മസ്ജിദിനുള്ളിൽ നിസ്കാരത്തിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. ബംഗ്ലാദേശികൾ അടക്കം കയറുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇത് വിമാനത്താവളത്തിന് ഭീഷണിയായതിനെ തുടർന്നാണ് നിസ്കാര വിലക്ക് ഏർപ്പെടുത്തിയത്. വളരെയധികം ഭൗമ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തിന്റെ കവാടങ്ങൾ അത് പുറത്തു നിന്നുള്ളവർക്ക് തുറന്നിടാൻ സാധിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ വാക്കുകൾ. പൂർവ മെദിനിപൂർ ജില്ലയിലെ തംലൂക്കിൽ BJPയുടെ പ്രത്യേക സംഘടനാ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് ഈ മസ്ജിദിനെ കുറിച്ചും വിമാനത്താവളത്തെക്കുറിച്ചും സുവേന്ദു അധികാരി പറഞ്ഞത്. ദേശീയ സുരക്ഷയും കൊൽക്കത്ത അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സുരക്ഷയും പരമപ്രധാനമാണ്. ദേശീയ സുരക്ഷയ്ക്കും വിമാനത്താവള സുരക്ഷയ്ക്കും മറ്റെല്ലാറ്റിനേക്കാളും മുൻഗണന നൽകും. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞാൻ ഈ വിഷയത്തിൽ കൂടുതലൊന്നും പറയുന്നില്ല. കൊൽക്കത്ത അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സ്ഥാനം അത് വളരെ പ്രധാനമാണ്. കാരണം അത് ചൈനയ്ക്കും ബംഗ്ലാദേശിനും അടുത്താണ്. അതിന്റെ കവാടങ്ങൾ പുറത്തു നിന്നുള്ളവർക്ക് തുറന്നിടാൻ സാധിക്കുകയില്ല. ആരും അവരുടെ മതം ആചരിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ തടഞ്ഞിട്ടില്ല. മൃഗങ്ങളെ കൊല്ലുന്നതിനുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ബക്രീദ് ആഘോഷിച്ചത്. ആയുധങ്ങൾ പ്രദർശിപ്പിക്കാതെയാണ് മുഹ്റം ആഘോഷിച്ചത്. ഒരു പ്രശ്നവുമില്ലായിരുന്നു. നിയമം പാലിക്കുകയും നല്ല പൗരന്മാരായി പെരുമാറുകയും ചെയ്യുക. നിങ്ങളുടെ മതം വ്യക്തിപരമായി ആചരിക്കുക. മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെയാണെങ്കിൽ എല്ലാം സുഗമമായി നടക്കും. നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതും ബംഗ്ര പള്ളി എന്നറിയുന്നതുമായ 136 വർഷത്തിലേറെ പഴക്കമുള്ള ഗൗരിപൂർ ജുമാ മസ്ജിദിൽ ശനിയാഴ്ച മുതൽ 3 ദിവസത്തേക്കാണ് പ്രാർത്ഥനകൾ നിർത്തിവെച്ചത്. BJP MLA സൗരവ് സിക്ദാറിന്റെ മണ്ഡലത്തിലാണ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. വിമാനത്താവള പരിസരത്ത് പള്ളിയുടെ സാന്നിധ്യം 2 റൺവേകളുടെയും പൂർണ്ണ ഉപയോഗത്തെ തടസ്സപ്പെടുത്തുകയും സുരക്ഷാ ആശങ്കകൾ ഉയർത്തുകയും ചെയ്തതായി അദ്ദേഹം പറഞ്ഞിരുന്നു. വിമാനത്താവളം എന്നാൽ അതൊരു സുരക്ഷിത മേഖലയാണ്. വിമാനത്താവളത്തിൽ പ്രവേശിക്കുന്ന എല്ലാവരും ഫോട്ടോ ബയോമെട്രിക് പാസ് നേടണം. ലെവൽ 3 എന്നറിയപ്പെടുന്ന ഏറ്റവും ഉയർന്ന സുരക്ഷയുള്ള പ്രദേശത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി തുടങ്ങിയ VVIPകൾക്ക് പുറമെ എല്ലാ മാസവും ദശലക്ഷക്കണക്കിന് യാത്രക്കാർ വിമാനത്താവളത്തിൽ വരുന്നുണ്ട്. നിലവിലെ സംവിധാനം സുരക്ഷാ അപകട സാധ്യത ഉയർത്തുന്നതാണ്. എന്തായാലും സുവേന്ദു അധികാരിയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് അവിടെയുള്ള ജനങ്ങൾ. കാരണം സുരക്ഷ എന്നത് തന്നെ സ്വന്തം സംസ്ഥാനത്തിന് മാത്രമല്ല രാജ്യത്തിനും വളരെയധികം പ്രാധാന്യമുള്ള ഒരു സംഗതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ സുവേന്ദു അധികാരിക്ക് ഒപ്പം നിൽക്കുകയാണ്. അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണയുമായി നിൽക്കുകയാണ് പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ. പശ്ചിമ ബംഗാൾ ഒരു മാറ്റത്തിന്റെ പാതയിലേക്ക് വന്നത് തന്നെ സുവേന്ദു അധികാരിയുടെ സർക്കാർ അധികാരത്തിൽ ഏറ്റതിനു ശേഷമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് അവർ പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരം വിഷയങ്ങളിൽ അദ്ദേഹം പറഞ്ഞതുപോലെ മുഹറത്തിനും ബക്രീദിനും അതുപോലെ മറ്റു തീരുമാനങ്ങൾ സർക്കാർ എടുക്കുമ്പോൾ അവിടെ ഒരു മറുചോദ്യം ഉണ്ടാകാത്തതും ജനങ്ങൾ അതെല്ലാം സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നതും. ന്യൂസ് ഡെസ്ക് കർമാനസ്.